ഇവിടെ ആരും ഇല്ലല്ലോ. പുറത്തു പോയതാണോ? ഇത് എന്റെ ഫ്രണ്ടിന്റെ ഗസ്റ്റ് ഹൗസ് ആവിനെ. ഇങ്ങോട്ട് എന്തിനാ എന്നെ കൊണ്ടുവന്നത്? ആ വരൂ. ഇരിക്കൂ. റിലാക്സ്. എന്റെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയില്ല. സഡനായിട്ട് മുന്നിലേക്ക് പോകുന്നതിലും നല്ലത് നടന്നതൊക്കെ അമ്മയോട് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുന്നതല്ലേ നല്ലത്. എല്ലാവരുടെയും സമ്മതം വാങ്ങിയിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാം. ഞാൻ വരുന്നവരെ ഇവിടെ നിന്നോളൂ. ഇവിടെ നിനക്ക് വേറൊരു കുറവും വരാതെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഓക്കെ അല്ലേ? ഞാനിന്ന് പോയിട്ട് വരാം. അതല്ലേ ഏട്ടോ. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നീ അപ്പം എന്നെ ഫോൺ ചെയ്താൽ മതി. ഞാൻ ഇറങ്ങട്ടെ. വേഗം തന്നെ വന്നേക്കണേ. ശരി. ഏട്ടാ, എന്തിനാ നീ കരയുന്നേ? ചെറിയ പ്രായം തൊട്ടേ ഈ കണ്ണീരോട് കൂടിയാണ് ഞാൻ ജീവിച്ചത്. നിങ്ങൾ വന്നപ്പോ മുതൽ അത് ആനന്ദ കണ്ണീരായി മാറി. ഇതെനിക്ക് എന്നും ശാശ്വതമായിട്ട് വേണം. ശാപമാകരുത്. ശുഭവാർത്തയായിട്ട് തിരികെ വരണം. ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ടാവും.
പണിക്കരെ, ഞങ്ങളിത് ഇറങ്ങാൻ തുടങ്ങുക. ശരി, അങ്ങനെയാട്ടെ. ആയിക്കോട്ടെ, ഓക്കെ. വേദവതി, ആ പണിക്കര് ഫോൺ ചെയ്യുന്നുണ്ട്. ദാ വരുന്നു ഏട്ടാ. എല്ലാരോടും ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ പറ. ഞാൻ ഇപ്പൊ തന്നെ വരാം. നമ്മുടെ മോളുമായിട്ട് നടക്കേണ്ട കല്യാണം ഏതോ വഴി കൂടെ പോയ വഴിപോക്കന്റെ മകളുമായിട്ടാണ് നടക്കാൻ പോകുന്നത്. കല്യാണ നിശ്ചയത്തിന് ഉറപ്പായിട്ടും വരില്ല എന്ന് പറയേണ്ട സമയത്ത് നീ എന്തു വഴി ടിങ് 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 എന്ന് പറഞ്ഞ് ഒരുങ്ങി കെട്ടി പോന്നേ. അതെ അച്ഛാ, അത് തന്നെയാ എനിക്ക് മനസ്സിലാവാത്ത. പോരാഞ്ഞിട്ട് നമ്മളെ ബലം പ്രയോഗിച്ചാ കൊണ്ടുപോവാൻ നോക്കുന്നേ. അങ്ങോട്ട് നമ്മൾ പോയേ പറ്റൂ. നിശ്ചയദാർഢ്യം മുടക്കാനുള്ള ഒരൊറ്റ അവസരം പോലും നമ്മൾ കളയാൻ പാടില്ല. ഏട്ടാ, സാരി, ആഭരണങ്ങള്, നിശ്ചയത്തിനുള്ള തളികകള് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ശ്രീകർ ഒന്ന് വന്നാ മതി. അവനെ വിളിച്ചിരുന്നു ഏട്ടൻ. നീ ഇന്ന് രാവിലെ വിളിച്ചവനെ മുഹൂർത്തം വരെ അറിയിച്ചതുകൊണ്ട് അവൻ എത്തിക്കോളും. അനാവശ്യമായിട്ട് ആശങ്കയൊന്നും വേണ്ട. ശരി ഏട്ടാ. വസന്ത, എല്ലാരും റെഡിയായോ? അമ്മ വിളിക്കുന്നുണ്ട്, പോയാലോ? അമ്മയുടെ അതേ ജാതകമുള്ള ഒരു പെൺകുട്ടി ഈ വീട്ടിലെ മരുമകളായിട്ട് വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. എന്നിട്ടും അവസാനം അങ്ങനൊരു ബന്ധം തന്നെ കിട്ടി. ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. വന്നാലെന്താ നഷ്ടം, വരാതിരുന്നാലെന്താ ലാഭം? എന്റെ സ്ഥാനം, മൂത്ത മരുമകളായ എനിക്ക് ലഭിക്കേണ്ട സ്ഥാനം എനിക്ക് ലഭിക്കുന്നില്ല. പുതുമണവാട്ടിയെത്തി അവളെ നിന്റെ അമ്മ തലയിൽ കയറ്റിയിരുത്തിയ എന്റെ സ്ഥാനം നിന്റെ അമ്മയുടെ കാൽച്ചുവട്ടിലായിരിക്കും. ലാവണ്യ, പുറത്തേക്ക് വാ മോളെ. എന്ത് നടക്കണമെന്നാണോ എഴുതിയത് അതേ നടക്കൂ. വാ, പോ, വാ. രണ്ടുപേരുടെയും ജോഡിയും പൊരുത്തം നന്നായി വന്നിട്ടുണ്ടല്ലേ? അവരിതുവരെ എത്തിയിട്ടില്ല. പെണ്ണിനെയാണെങ്കിൽ ഫോട്ടോയിൽ പോലും കണ്ടിട്ടുമില്ല. എന്നിട്ടും നിങ്ങള് ജോഡിയും പൊരുത്തവും കൊള്ളാന്നാ പറയുന്ന. നിശ്ചയം വരെ ഉറപ്പിക്കുകയും ചെയ്തു. അമ്മേ, അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ശ്രീകര് അമ്മയുടെ കോൾസിന് വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിരുന്നതാ. എത്ര ദൂരേക്ക് പോയാലും അമ്മയുടെ കൺമുമ്പിലുള്ള പോലെ ഓരോ മണിക്കൂറിലും വിളിച്ചോണ്ടിരുന്നതാ. പക്ഷേ ചെന്നൈ പോയ അന്ന് മുതല് ഞാൻ ശ്രദ്ധിക്കുന്നതാ, എന്തോ ഒരു കുഴപ്പമുള്ള പോലെ. കുഴപ്പോ? അതെന്താന്നൊന്ന് തെളിച്ച് പറ മോളെ. ആരെങ്കിലുമായിട്ട് വല്ല ലവ് അഫയർ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. ശ്രീകറിന്റെ ജീവിതത്തിൽ ജാതകം എന്ന വാക്കിന് വിലയുള്ളത് കൊണ്ട് അവിടെ പ്രേമത്തിന് വിലയില്ല. എന്താണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനൊപ്പം നിൽക്കുന്ന അത്ര ആസ്തിയില്ലാത്തവരോട് ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്കിഷ്ടമായിട്ടില്ല അമ്മേ. പൈസയല്ല ജീവിതം എന്നത് എന്തെങ്കിലും ഒരു ദിവസം നീ മനസ്സിലാക്കും രാധാകൃഷ്ണ. ഇതൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ചേട്ടന് കഴുത്ത് നീട്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അമ്മമ്മേ. ഞങ്ങളുടെ കല്യാണം നടത്തി താമമ്മേ. നഷ്ടപ്പെടാനൊന്നുമില്ല. നിശ്ചയം ക്യാൻസൽ ചെയ്തിട്ട് ശ്രീകർ വന്നാലുടനെ എന്റെ മോളുമായിട്ടുള്ള കല്യാണം അങ്ങ് നടത്ത്. നിങ്ങൾ കാത്തിരിക്കുമെന്നല്ലാതെ ശ്രീകർ വരാൻ പോകുന്നില്ലെന്നും ഏതോ കെണിയിൽ കുടുങ്ങി പോയിട്ടുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്.
ഇനിയിപ്പോ നിങ്ങൾക്കാർക്കും ഒന്നും പറയാനില്ലല്ലോ. മോനെ ശ്രീകർ, നീ വരില്ലെന്നും നിന്റെ ഇന്നത്തെ നിശ്ചയം നടക്കില്ലെന്നും എല്ലാവരും ഒരുപാട് തവണയായി പറയുന്നു. നീ വാക്ക് തെറ്റിക്കില്ലെന്ന് ഈ അമ്മയ്ക്ക് അറിയായിരുന്നടാ. അമ്മയ്ക്ക് തന്ന വാക്ക് കഴിഞ്ഞിട്ടേ നിനക്ക് എന്തോ ഉള്ളൂ. നിന്റെ ഭാവി വധു പവിത്രയുടെ ഫോട്ടോ കാണണ്ടേ നിനക്ക്? വേണ്ടമ്മേ. ഇതാ എന്റെ ശ്രീകർ. അമ്മയുടെ സെലക്ഷനില് അവനുള്ള വിശ്വാസം കണ്ടോ നിങ്ങള്? ഡാ, നീ ആഗ്രഹിച്ച പെൺകുട്ടിയെ കിട്ടുമെന്ന് കേൾക്കുമ്പോ നിന്റെ കണ്ണുകൾ ഫ്ലഡ് ലൈറ്റ് പോലെ തിളങ്ങുമെന്നാ ഞാൻ കരുതിയത്. പടക്കുതിരയെ പോലെ കുതിച്ചുയരുമെന്ന് ഞാൻ കരുതി. ഒളിപ്പിച്ചു വെച്ച പൈസ ആരുടെയോ കണ്ണിൽ വെട്ടതുപോലെ ഇത്ര നീരസത്തോടെ വരുന്ന എന്തിനാ? അത് ശരിയാണല്ലോ അളിയ. പഞ്ചറായ ടയർ പോലെ നല്ല ഡള്ളായിട്ടുണ്ട്. അപ്പോ എന്തോ ഉണ്ട്. എന്തു പറ്റി മോനെ? എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നുമില്ല അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടാവും. കുറച്ചു നേരം ഒന്ന് അവന് വെറുതെ വിട്ടാ ഫ്രഷപ്പായി ആക്റ്റീവ് ആയിക്കോളും. എന്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഒരു ഭാഗത്ത്, എന്റെ ഭാര്യയായ ആവനിക്ക് ഞാൻ കൊടുത്ത വാക്ക് മറുഭാഗത്ത്. ആവനിയെ പറ്റി ഞാനിപ്പോ എങ്ങനെ പറയും? മോനെ ശ്രീകർ, വേഗം ഇറങ്ങാൻ നോക്കുവനെ. സമയത്തിനങ്ങ് ചെല്ലേണ്ടതല്ലേ. നിന്റെ ഡ്രസ്സെല്ലാം റൂമിലുണ്ട്, മാറ്റിയിട്ട് വാ. അതല്ല അച്ഛാ. ഇനി വെറുതെ സമയം കളയല്ലേ, ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ചെല്ലേ ചെല്ലു മോനെ, നീ ചെല്ലടാ. ഇനി ഈ കല്യാണം മുടങ്ങണമെന്ന് ആരാഗ്രഹിച്ചാലും ഇത് മുടങ്ങില്ല. ഈ സമയം കൊണ്ട് എന്തായാലും എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അവരെന്തു പറഞ്ഞു കാണുമോ എന്തോ. എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ താൻ എന്നെ അപ്പൊ ഫോൺ ചെയ്തോളൂ. അവനി പറഞ്ഞോ? അച്ഛനോടും അമ്മയോടൊക്കെ നമ്മുടെ കാര്യം പറഞ്ഞോ? അവരെന്ത് പറഞ്ഞു? വഴക്ക് പറഞ്ഞോ? ചൂടായാലും വഴക്ക് പറഞ്ഞാലും എന്നെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ മറുപടി കേൾക്കാൻ കാത്തു നിൽക്കാൻ ഞാൻ പറയട്ടാ. അവനി വന്നിട്ട് 10 മിനിറ്റേ ആയുള്ളൂ. അച്ഛനോടും അമ്മയോട് സംസാരിക്കാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ? താൻ ടെൻഷനൊന്നും ആവണ്ട. നിങ്ങൾക്ക് ധൈര്യമൊക്കെ തന്ന് പറഞ്ഞയച്ചെങ്കിലും എനിക്കിവിടെ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടേട്ടാ. വേഗം വന്നേക്കണേ പ്ലീസ്. ഞാൻ പെട്ടെന്ന് വരാം. വന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ എന്തായാലും നിനക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കൂ. ഓക്കെ അല്ലേ? ശരി ഏട്ടാ. ബൈ. ഞാൻ കാരണം അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട്.
ബലം പ്രയോഗിച്ച് മനസ്സുകളെ കൂട്ടിച്ചേർക്കാനാവില്ല. ഭഗവാൻ കൂട്ടിച്ചേർത്ത് മനസ്സുകളെ പിരിക്കാൻ കഴിയില്ലെന്ന് പറയും. എന്റെ കഴുത്തിലെ താലിക്ക് ഒരു തടസ്സവും വരാതെ നീ നോക്കണേ ദൈവമേ. ശ്രീകർ കഴിഞ്ഞോ? ആ ഇതാ വരുന്ന അച്ഛാ. വാട്ട് ഷുഡ് ഐ ഡു? ഈ സിറ്റുവേഷനിൽ ഇപ്പോ അവനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഒരു യുദ്ധം തന്നെ നടക്കുന്ന അവസ്ഥയാ ഇപ്പോ ഉള്ളത്. സോ ദിസ് ഇസ് നോട്ട് റൈറ്റ് ടൈം. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? യെസ്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. നിശ്ചയം ഉറപ്പിച്ച് ആ പെൺകുട്ടിയോട് സത്യമൊക്കെ പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയാം. മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമാവുമ്പോ അവൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. യെസ്. നിങ്ങളുടെ അനിയനേക്കാൾ ഞാൻ ബെറ്റർ ആണല്ലോ ഏട്ടാ. പെട്ടെന്ന് റെഡിയായില്ലേ? മുഖം ഒന്ന് കഴുകിയിട്ട് വേറൊരു ഡ്രസ് ഇട്ടോണ്ട് വരാൻ ഇത്രയും സമയം? അവൻ കാണിക്കുന്ന മടി, അവൻ പ്രവർത്തിക്കുന്ന രീതി, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നീ പറഞ്ഞതുപോലെ എനിക്കും ഇതിൽ എന്തോ കുഴപ്പമുള്ളത് പോലെ തന്നെയാ തോന്നുന്നത്. വസന്തേ, നിന്റെ അനിയൻ വന്നിട്ട് വിളിക്ക്. അപ്പൊ ഞാൻ വരാം. ഇനി ഇവിടെ നിന്നായി എനിക്ക് ദേഷ്യം വരും. ഇങ്ങനെ ചിരിക്കുമ്പോ തന്നെ നിന്റെ മുഖത്ത് നക്ഷത്രങ്ങൾ വിരിയ. യാത്രാക്ഷീണം കൊണ്ടാ മുഖം വല്ലാതിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ? എനിക്ക് കുഞ്ഞളീനെ കാണുമ്പോ അന്യൻ സിനിമയിലെ പെർഫോമൻസ് പോലെ തോന്നുന്നുണ്ട്. സംസാരമൊക്കെ പിന്നെ ഇനി നമുക്ക് ഇറങ്ങാം. ശ്രീ, നീ ഇങ്ങോട്ട് വന്നേ മോനെ. ഇത് നോക്ക്, അവൾക്ക് വേണ്ടി വാങ്ങിയ സാരി, ആഭരണങ്ങള്, പിന്നെ നിശ്ചയത്തിനിടാനുള്ള മോതിരം. ഇഷ്ടപ്പെട്ടില്ലേടാ? ഇഷ്ടമായി അമ്മേ. അമ്മയുടെ സെലക്ഷന് നിനക്കൊരു പരാതിയില്ലല്ലേ? അമ്മയുടെ പുന്നാര മോൻ. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ താലി കെട്ടി എന്റെ കൈകൊണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ വിരലിൽ ഈ മോതിരം ഇടാൻ കഴിയില്ല അമ്മേ. ഞാൻ മുജ്ജന്മത്തിൽ എപ്പോഴോ ചെയ്തു പോയ കർമ്മഫലത്തിന്റെ പരീക്ഷണമായിരിക്കും. എന്നോട് ക്ഷമിക്കണോ അമ്മേ? വേദ, ടൈം ഒരുപാടായി, നമുക്ക് ഇറങ്ങണ്ടേ? ശരി ഏട്ടാ. എന്നാ വാ. വസന്ത, ലാവണ്യ, എല്ലാം ഒന്ന് എടുത്തോ മക്കളെ.